ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് 2ാമത്തെ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ കഥ എന്താണെന്ന് കേൾക്കാം. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് പുതിയൊരു കൂട്ടുകാരനെ കൂടി കിട്ടുന്നുണ്ട്. ആരാണ് മക്കൾ? ചിത്രത്തിൽ നോക്കിയിട്ട് ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, ആരെയാണ് മക്കൾ പിക്ചറിൽ കാണുന്നത്? അതെ, ഒരു പാരറ്റ് ആണല്ലേ, ഒരു തത്തയാണ്. ആ തത്തയ്ക്ക് ഒരു പേര് കൊടുക്കേണ്ടേ? നമ്മുടെ കൂട്ടുകാരൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയോ? പോളി എന്നാണ് കേട്ടോ. എന്താണ്? എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു നോക്കിക്കേ, എന്താണ് നമ്മുടെ പാരറ്റിൻ്റെ പേര്? പോളി എന്നാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി വായിക്കാം. കൂട്ടുകാരെല്ലാവരും ടീച്ചറോടൊപ്പം വായിക്കണം കേട്ടോ. പോളി ഈസ് waiting for her chicks. When will my chicks come out? എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ടീച്ചർ ഒരിക്കൽ കൂടി വേഗത്തിലൊന്ന് വായിക്കാം കേട്ടോ. മക്കൾ കേൾക്കണേ. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. When will my chicks come out? നമ്മുടെ പോളി ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ, ആരെയോ കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? അവളുടെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയാണല്ലേ. പോളിയുടെ അടുത്ത് കണ്ടോ, എന്താണുള്ളത്? 3 എഗ്സ് ഉണ്ട് അല്ലേ, 3 മുട്ടകളുണ്ട്. അപ്പം അതിൽ നിന്ന് എപ്പോഴാണ് തൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വിരിഞ്ഞ് വരാൻ നോക്കിയിരിക്കുകയാണ് ആര്? നമ്മുടെ പോളി അല്ലേ. അപ്പം അവൾ ആലോചിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളത് അല്ലേ. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാർക്ക് പോളിയെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് പോളിയുടെ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടാലോ. ചിത്രത്തിൽ നോക്കിക്കേ, ആരൊക്കെയാണ് നമ്മുടെ പോളിയുടെ കൂട്ടുകാർ? എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ഒന്നാരാണ്? ഒരു എലിഫൻ്റ് ഉണ്ട് അല്ലേ. എലിഫൻറ്റിൻ്റെ പുറത്ത് മറ്റ് 2 കൂട്ടുകാർ കൂടിയുണ്ട്. ആരൊക്കെയാണ്? ഒരു റാബിറ്റുമുണ്ട്, ഒരു ഡക്കുമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ പോളിയുടെ കൂട്ടുകാർ. നോക്കിക്കേ, നമ്മുടെ കൂട്ടുകാർ വന്ന് പോളിയോട് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നതെന്ന് കേട്ടേ. പോളി, ആർ ദി ചിക്സ് ഔട്ട്? നമ്മുടെ പോളിയോട് ചോദിക്കുക, പോളി, ആർ ദി ചിക്സ് ഔട്ട്? പോളി, കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ പോളി എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. നോ, ഐ ആം വെയിറ്റിംഗ്. എന്താണ് പറഞ്ഞത്? ഇല്ല, പുറത്തേക്ക് വന്നില്ല അല്ലേ, ഞാൻ എന്ത് ചെയ്യാണ്, അവരെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് നോക്കാം. ചിത്രത്തിൽ നോക്കിക്കേ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഓരോ മുട്ടയും വിരിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മുടെ പോളിയുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലേ. കൂട്ടുകാർ നോക്കിക്കേ, ടീച്ചറോടൊപ്പം വായിക്കാനായിട്ട് കൂടി നോക്കണേ. There are Polly's eggs. I am out. The first little parrot came out. The second little parrot came out. ഇനി ടീച്ചർ ഒന്ന് സ്പീഡിൽ വായിക്കാം കേട്ടോ. മക്കൾ ഒന്നുകൂടി കേട്ടിരിക്കുക. These are Polly's eggs. I am out. The first little parrot came out. The second little parrot came out. എന്താണ് മക്കളെ സംഭവിച്ചത്? നമുക്ക് ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. എന്താണ് ആദ്യം നമുക്ക് തന്നിട്ടുള്ളത്? നമ്മുടെ പോളിയുടെ എഗ്സ് ആണല്ലേ, അവളുടെ മുട്ടകളാണ്. എത്ര മുട്ടകളുണ്ട്? കൂട്ടുകാരൻ എണ്ണി നോക്കിക്കേ. 1 2 3, 3 മുട്ടകളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് സംഭവിച്ചു? ഒരു മുട്ട വിരിഞ്ഞിട്ട് ആദ്യത്തെ ചിക്ക് പുറത്ത് വന്നു അല്ലേ. എന്നിട്ട് ചിക്ക് എന്ത് പറഞ്ഞു? ഐ ആം ഔട്ട്. അടുത്ത പിക്ചർ നോക്കിക്കേ, എന്താണ് സംഭവിച്ചത്? 2ാമത്തെ എഗ്ഗിൽ നിന്ന് മറ്റൊരു ചിക്ക് കൂടി പുറത്തേക്ക് വന്നു അല്ലേ. ഓക്കെ മക്കളെ, ഇനി ബാക്കി നോക്കൂ. പിന്നീട് എന്താണ് സംഭവിച്ചത്? 3ാമത്തെ എഗ്ഗിൽ നിന്ന് മറ്റൊരു ചിക്ക് കൂടി പുറത്തേക്ക് വന്നു അല്ലേ. അവനും എന്ത് പറഞ്ഞു? ഐ ആം ഔട്ട് ടു. ഞാനും എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് ബാക്കി ഭാഗം വായിക്കാം. കൂട്ടുകാർ ടീച്ചറോടൊപ്പം ചേർന്ന് വായിക്കാനായിട്ട് മറക്കരുതേ. ദി തേർഡ് ലിറ്റിൽ പാരറ്റ് കെയിംസ് ഔട്ട്. Now there are
പാരറ്റ്സ്. ഒരിക്കൽ കൂടി മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദി തേർഡ് ലിറ്റിൽ പാരറ്റ്സ് കെയിംസ് ഔട്ട്. നൗ ദർ ആർ 3 പാരറ്റ്സ്. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ പാരറ്റും പുറത്തേക്ക് വന്നു അല്ലേ. ഇപ്പോൾ അവിടെ എത്ര പാരറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 3 പാരറ്റ്സ് ഉണ്ട് അല്ലേ. 3 പാരറ്റ്സ് ഉണ്ട്. ഓക്കെ മക്കളെ, ഇനി അടുത്ത ഭാഗം നോക്കൂ. കൂട്ടുകാർ ഒപ്പം ചേർന്ന് വായിക്കണം കേട്ടോ. 1 ലിറ്റിൽ പാരറ്റ് കെയിംസ് ഔട്ട് ഫസ്റ്റ്. ദി സെക്കൻഡ് ലിറ്റിൽ parrot comes out next. The 3 little parrots open their eyes. ഒരിക്കൽ കൂടി നോക്കൂ. 1 little parrot comes out first. The second little parrot comes out next. The 3 little parrots opened their eyes. എന്താണ് മക്കളെ പറഞ്ഞത്? ആദ്യം ആര് വന്നു? ഒന്നാമത്തെ പാരറ്റ് പുറത്തേക്ക് വന്നു അല്ലേ. പിന്നെയോ അടുത്ത പാരറ്റും പുറത്തേക്ക് വന്നു. അതിനുശേഷം ആ 3 പാരറ്റും എന്ത് ചെയ്തു? ഓപ്പൺ ദർ ഐസ്. അവരുടെ കണ്ണുകൾ തുറന്നു അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് എന്താണ് സംഭവിച്ചത് നോക്കിക്കേ. നമുക്ക് ഈ പാരറ്റ്സിൻ്റെ ഒക്കെ പേരെന്താണെന്ന് അറിയണ്ടേ? നോക്കിക്കേ. ഒന്നാമത്തെ ആളുടെ പേരാണ് ജിൽ, രണ്ടാമത്തെ ആളുടെ പേര് ഡിൽ, മൂന്നാമത്തെ ആളുടെ പേര് റിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഓരോ കൂട്ടുകാരും വന്നിട്ട് അവരെ പരിചയപ്പെടുത്തുന്നത് നോക്കൂ. ആദ്യത്തെ ആൾ എന്ത് പറഞ്ഞു? ഐ ആം ജിൽ. രണ്ടാമത്തെ ആൾ എന്ത് പറഞ്ഞു? ഐ ആം ഡിൽ. മൂന്നാമത്തെ ആൾ എന്ത് പറഞ്ഞു? മൈ നെയിം ഈസ് റിൽ. എൻ്റെ പേരെന്താണ്? റിൽ എന്നാണ് അല്ലേ. അപ്പം ഈ തത്തക്കുഞ്ഞുങ്ങളുടെ പേരുകൾ എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു നോക്കിക്കേ. ജിൽ, ഡിൽ, റിൽ. ഒരിക്കൽ കൂടി പറഞ്ഞേ. ജിൽ, ഡിൽ, റിൽ. കൂട്ടുകാർക്ക് ഇവരുടെ പേരുകൾ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എങ്കിൽ എല്ലാവരും ടീച്ചറോടൊപ്പം വായിക്കുക കേട്ടോ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. റിൽ ഹാസ് എ റെഡ് റിംഗ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. റിൽ ഹാസ് എ റെഡ് റിംഗ്. എന്താണെന്ന് പറഞ്ഞത് കൂട്ടുകാർക്ക് മനസ്സിലായോ? നോക്കൂ, നമ്മുടെ ജില്ലിന് എന്തുണ്ട്? എ ബിഗ് ബീക്ക്. ഒരു വലിയ കൊക്കുണ്ട് അല്ലേ. ചിത്രത്തിൽ നോക്കിക്കേ, നമ്മുടെ ജില്ലിന് എന്തുണ്ട്? വലിയൊരു ബീക്ക് ഉണ്ട് അല്ലേ. അടുത്ത് നോക്കിക്കേ, നമ്മുടെ ഡില്ലിനെ നോക്കൂ. ഡില്ലിന് എന്താണുള്ളത്? ഡിൽ ഹാസ് ലോങ് ലെഗ്സ് അല്ലേ. നല്ല നീളമുള്ള ലെഗ്സ് ആണുള്ളത്. അടുത്ത് നോക്കിക്കേ മക്കളെ, നമ്മുടെ റില്ലാണല്ലേ. റില്ലിന് എന്തുണ്ട്? ഒരു റെഡ് റിങ് ഉണ്ട് അല്ലേ. അതിൻ്റെ കഴുത്തിൽ എന്തുണ്ട്? ഒരു റെഡ് കളറിലുള്ള ഒരു റിങ് ഉണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത് നോക്കൂ. കൂട്ടുകാരെ ടീച്ചറോടൊപ്പം വായിക്കണേ. 1 2 3. ജിൽ, ഡിൽ and rill fly and fly up in the sky. ഒരിക്കൽ കൂടി വായിക്കാം. 1 2 3. ജിൽ, ഡിൽ and rill fly and fly up in the sky. എന്താണ് മക്കളെ? നമ്മുടെ ജില്ലും ഡില്ലും റില്ലും എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് പറന്നുയർന്നു അല്ലേ. അവർ ആകാശത്തൂടെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു നോക്കിക്കേ. ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. റിൽ ഫ്ലൈസ് എവേ. നോക്കൂ, ജിൽ, ഡിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. റിൽ ഫ്ലൈസ് എവേ. എന്താണ് സംഭവിച്ചത് മക്കളെ? നമ്മുടെ ജില്ലും ഡില്ലും റില്ലും എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പെട്ടെന്ന് നമ്മുടെ റില്ല് എന്ത് ചെയ്തു? ദൂരേക്ക് പറന്നു പോയി അല്ലേ. ഓക്കെ, പിന്നീട് നമ്മുടെ റില്ലിന് എന്താണെന്ന് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? നോക്കിക്കേ, എന്ത് സംഭവിച്ചു? നമ്മുടെ റില്ല് എന്ത് ചെയ്തു? ഒരു ടിന്നിലേക്ക് വീണു പോയില്ലേ. നോക്കൂ, റിൽ ഫാൾസ് ഇൻ
to a tin. There is red paint in it. നോക്കൂ മക്കളെ, എന്താ സംഭവിച്ചത്? നമ്മുടെ റില്ല് എന്ത് ചെയ്തു? ഒരു ടിന്നിലേക്ക് വീണു അല്ലേ? ആ ടിന്നിൽ എന്തുണ്ടായിരുന്നു? പെയിന്റ് ഉണ്ടായിരുന്നു അല്ലേ? എന്ത് കളർ പെയിന്റ് ആണുള്ളത്? മക്കൾ നോക്കൂ, റെഡ് കളർ പെയിന്റ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, പിന്നീട് എന്താണ് നമ്മുടെ റില്ലിന് സംഭവിച്ചത് നോക്കിക്കേ. റിൽ വാസ് ഗ്രീൻ. നൗ ഹി ഈസ് റെഡ്. ഹി വാക്സ് ഹോം. എന്താണ് മക്കളെ സംഭവിച്ചത്? ഒരിക്കൽ കൂടി വായിച്ചേ. റിൽ വാസ് ഗ്രീൻ. നൗ ഹി ഈസ് റെഡ്. ഹി വാക്സ് ഹോം. നമ്മുടെ റില്ലല്ലേ എന്ത് കളറായിരുന്നു? നമുക്കറിയാം അല്ലേ, റില്ല് എന്ത് കളറായിരുന്നു? ഗ്രീൻ കളറായിരുന്നു അല്ലേ? പച്ച കളറായിരുന്നു. പക്ഷേ ഇപ്പം അവൻ്റെ കളർ എന്തായി മാറിയിട്ടുണ്ട്? റെഡായി മാറിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് റെഡായി മാറിയിട്ടുള്ളത്? അവൻ പറന്നു പോയിട്ട് ഒരു ടിന്നിൽ വീണു അല്ലേ? ആ ടിന്നിൽ എന്തുണ്ടായിരുന്നു? റെഡ് കളറിലുള്ള പെയിൻറ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ എന്ത് കളറായിട്ട് മാറി? റെഡ് കളറായിട്ട് മാറിയില്ലേ? അങ്ങനെ അവൻ എന്ത് ചെയ്തു? വീട്ടിലോട്ട് തിരിച്ച് നടന്നു അല്ലേ? പിന്നീട് എന്താണെന്ന് സംഭവിച്ചത് നോക്കൂ. റിൽ കംസ് ബാക്ക്. നമ്മുടെ റിൽ എന്ത് ചെയ്തു? തിരിച്ചു വന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ അവിടെയുള്ള മറ്റ് പാരറ്റ് എന്താണ് അവനോട് ചോദിക്കുന്നത് നോക്കിക്കേ. ഹൂ ആർ യു? ഹൂ ആർ യു? നീ ആരാണെന്ന് ചോദിച്ചു അല്ലേ? അപ്പം നമ്മുടെ റിൽ എന്ത് പറഞ്ഞു? ഐ ആം റിൽ എന്ന് പറഞ്ഞു. ഞാൻ ആരാണ്? റില്ലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മുടെ അടുത്ത തത്തക്കുഞ്ഞ് എന്ത് പറഞ്ഞു? നോ, റിൽ ഈസ് ഗ്രീൻ. ഏയ്, നീ ഞങ്ങളുടെ റില്ലൊന്നല്ല. റില്ലിൻ്റെ കളർ എന്താണ്? ഗ്രീൻ ആണല്ലേ? പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള റില്ലിൻ്റെ കളർ എന്താണ്? റെഡ് ആണല്ലേ? അങ്ങനെ കളറ് മാറി വന്ന റില്ലിനെ കണ്ടപ്പോൾ നമ്മുടെ പാരൻസിനൊന്നും അവൻ എന്ത് ചെയ്തില്ല, മനസ്സിലായില്ല അല്ലേ? അപ്പം നമ്മുടെ റില്ലിന് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് വിഷമായി. പിന്നീട് നമ്മുടെ റില്ല് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നമുക്ക് നോക്കാം. റിൽ ഈസ് സാഡ്. ഹി വാക്സ് എവേ. എന്താണ് സംഭവിച്ചത് മക്കളെ? റിൽ ഈസ് സാഡ്. ഹി വാക്സ് എവേ. നമ്മുടെ റില്ലിന് ഭയങ്കരമായിട്ട് വിഷമായില്ലേ? അവൻ എന്ത് ചെയ്തു? ദൂരേക്ക് നടക്കാനായിട്ട് ഒരുങ്ങി. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാനായിട്ട് തുടങ്ങിയില്ലേ? അപ്പം നമ്മുടെ പാരറ്റ്സൊക്കെ എന്ത് പറയുന്നുണ്ട്? കം, ഇറ്റ് ഈസ് റെയിനിങ്. വേഗം വരൂ, മഴ പെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷേ അവിടെ നമ്മുടെ റില്ലിനെ നോക്കിക്കേ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ റില്ലിൻ്റെ ദേഹത്ത് മുഴുവൻ പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? പെട്ടെന്ന് മഴ പെയ്തപ്പം എന്ത് ചെയ്തു? ആ പെയിൻ്റ് എല്ലാം ഇളകി പോകാനായിട്ട് തുടങ്ങിയില്ലേ? അപ്പോൾ അവൻ്റെ ഗ്രീൻ കളർ പതുക്കെ പുറത്തേക്ക് വരുന്നത് കൂട്ടുകാർ കണ്ടോ? ഓക്കെ, ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്ത് സംഭവിച്ചു? നമ്മുടെ റില്ലിൻ്റെ കളറ് മാറി ഗ്രീൻ കളറായപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായില്ലേ, അത് നമ്മുടെ റില്ല് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തായി? സന്തോഷമായില്ലേ? എല്ലാവരും എന്താണെന്ന് പറയുന്നു നോക്കിക്കേ. റിൽ, മൈ ഡിയർ, ഹുറേ, ഐ ആം ഗ്രീൻ എഗെയിൻ അല്ലേ? നമ്മുടെ റിൽ എന്ത് പറഞ്ഞു? ഞാൻ വീണ്ടും എന്തായി? പച്ച കളറായെന്ന് പറഞ്ഞു അല്ലേ? നൗ റിൽ ഈസ് ഗ്രീൻ. ഓൾ ആർ ഹാപ്പി. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം നമ്മുടെ റില്ലിൻ്റെ കളർ എന്താണ്? റെഡ് ആണോ? അല്ല അല്ലേ, ഗ്രീൻ കളറാണ്. അങ്ങനെ എല്ലാവരും എന്തായി? ഹാപ്പി ആയി അല്ലേ? ഓക്കെ, അപ്പം മക്കളും ഹാപ്പി ആയിട്ടുണ്ടോ? നമ്മുടെ റില്ലിന് അവൻ്റെ കളർ തിരിച്ച് കിട്ടിയത് കൊണ്ട് ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ടീച്ചറുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമല്ലോ. എങ്കിൽ മക്കളുടെ മറ്റൊരു പുതിയ പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പാഠഭാഗം ഒരിക്കൽ കൂടി വായിക്കാനായിട്ട് മറക്കരുതേ.